ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ തത്വത്തെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കണ്ടത്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് ചേരുന്നതാണ് മനുഷ്യന്റെ അസ്തിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ദേഹവും ദേഹി ആത്മാവും നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഉൽപ്പത്തി പുസ്തകം 1:26 നാം കാണുന്നത് പോലെ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാമെന്നതാണ് അല്ലെ. ആ നാം എന്ന് വെച്ചത് ആരാന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നാം എന്ന് വെച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ എന്ന 3 പേര് ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ, നമ്മുടെ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരവും സ്വരൂപത്തിലുമാണ് നമ്മളെ മനുഷ്യനായി സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിനുള്ളതുപോലെ തന്നെ നമുക്കും ദേഹവും ദേഹിയും ആത്മാവും താങ്ങി. ഇനി ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന് വെച്ചാൽ ആ ദൈവത്വമാണ് അല്ലെ. പിതാവ്, പുത്രനും പരിശുദ്ധ ചേർന്നതാണ് ദൈവത്തിൻ്റെ ദൈവത്വം. ഇനി ദൈവം സർവശക്തനായതിനാൽ ദൈവത്തിന് ഈ 3 പേഴ്സണാലിറ്റികളും ഒരുപോലെ ഒരേ സമയത്ത് വരുവാൻ സാധിക്കും. അതാണ് ദൈവം സർവശക്തൻ എന്ന് പറയുന്നത്. ദൈവത്തിന് പിതാവാൻ ദൈവവും പുത്രനാൻ ദൈവവും പരിശുദ്ധ റൂഹായും മൂന്നായിട്ട് കാണപ്പെടാൻ പറ്റും. അത് ഒന്നിച്ചും കാണപ്പെടാൻ പറ്റും. അതാണ് സർവശക്തനായ ദൈവം. ഇനി നമുക്ക് തൃത്വത്തെ പഠിക്കണമെങ്കിൽ നമുക്ക് സൂര്യനെ നമുക്ക് സങ്കല്പിച്ച് നോക്കാം. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് വിശുദ്ധ തത്വത്തെ പഠിക്കാൻ വേണ്ടി സൂര്യൻ. സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ വരുന്ന ഒരു കാര്യം കത്തിജ്വലിക്കുന്ന ആ തീഗോളമാണ് അല്ലേ. പിന്നെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ കാണുന്ന ഈ പ്രകാശം. മൂന്നാമതായി നമ്മൾ കാണുന്നത് നമുക്ക് കിട്ടുന്ന ഈ ചൂട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. സൂര്യൻ എന്ന് പറയുന്ന ആ അസ്തിത്വം അത് നമുക്ക് പിതാവാൻ ദൈവത്തോട് സങ്കല്പിക്കാം. പുത്രനാം ദൈവം എന്ന് പറയുന്ന ആ സൂര്യന്റെ പ്രകാശത്തെ പുത്രനാം ദൈവത്തോട് നമുക്ക് സങ്കല്പിക്കാം. പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് ചൂടിനോട് നമുക്ക് സാമ്യപ്പെടുത്താം. അത് 3 പേരും ചേർന്നാൽ സൂര്യന്റെ കത്തിജ്വലിക്കുന്ന തീഗോളവും ചൂടും പ്രകാശവും ചേർന്നാൽ മാത്രമേ സൂര്യനാവുന്നുള്ളൂ എന്നതുപോലെ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 പേഴ്സണാലിറ്റികൾ ചേർന്നാൽ മാത്രമേ ദൈവമാവുന്നു. അപ്പോൾ സൂര്യൻ്റെതുപോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് തത്വത്തെ നമുക്ക് ഇതിലൂടെ ചേർത്ത് പറഞ്ഞത്. ഇനി ഈ ലോകത്ത് സൂര്യൻ ഇല്ല എന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ആ ഒരു അവസ്ഥയാണ് ദൈവമില്ലാതെ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവമില്ലാതെ ജീവിക്കുമ്പോൾ നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാം അറിയുന്നത് പോലെ തന്നെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് കാണുമല്ലോ. നമുക്ക് നമ്മുടെ പിതാവാൻ ദൈവത്തെയും പുത്രനാൻ ദൈവത്തെയും പരിശുദ്ധാത്മാൻ ദൈവത്തെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. പിതാവാൻ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ദൈവത്തിന്റെ സ്നേഹമാവുന്നു. പുത്രനാൻ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ആ പുത്രനാൻ ദൈവത്തിന്റെ സാക്രിഫൈസ് ആണ് അല്ലേ. കൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി ആ ചോര വാർന്ന ക്രൂശ് മരണം പ്രാപിച്ച ആ നമ്മുടെ യേശു ക്രിസ്തുവിനാണ് നമ്മൾ ആ പുത്രനാൻ ദൈവത്തെ കൂടെ നമ്മൾ കണ്ടത്. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാൻ ദൈവത്തിന്റെ ആ ത്യാഗവും. ഇനി പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്, നമുക്ക് ലൈഫ് തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു ദൈവം ആദിയിൽ വചനം ഉണ്ടായിരുന്നുവെന്ന്. ഈ വചനം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചു. ഈ വചനം നമ്മളോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ പിതാവിനെയും അറിയാതെ പോകുമായിരുന്നു, പരിശുദ്ധ റൂഹായും അറിയാതെ പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഇപ്പോഴും നമ്മളോട് സംസാരിച്ച് നമ്മളെ ഇതെല്ലാം മനസ്സിലാക്കി തന്ന ആ വചനം, ആ യേശു ക്രിസ്തു നമുക്കിതെല്ലാം പിതാവിനോടുള്ള ബന്ധവും വെളിപ്പെടുത്തി തന്നു. ഇനി വരാനുള്ള ലോകത്ത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം നമ്മളെ ഇനി ആരും നയിക്കും എന്ന് പോലും നമുക്ക് വെളിപ്പെടുത്തുന്നതായിട്ട് പോയില്ലേ. ആ വാക്കിൽ കൂടെ നമ്മളോട് അറിയിച്ചിട്ട് പോയി. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കൂടിയായിരുന്നു. നമുക്ക് പരിശുദ്ധാത്മാ മുഖാന്തരം സ്നേഹന്മാര് ഇതെല്ലാം എഴുതി നമുക്ക് തന്നു. ഇനി നമുക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:8 നാം കാണുന്നത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ റൂഹ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും.
ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മളെ ഇതെല്ലാം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ വായിക്കും, അറിവ് സമ്പാദിക്കുന്നു, വചനം കേൾക്കുന്നു, എല്ലാം നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുന്നത് കൊണ്ടാണ്. ഇനി 16:13 നാം കാണുന്നത്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഹോളി സ്പിരിറ്റ് ആണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെല്ലാം കൂടി ഏകീകരിച്ച് നമുക്കൊരു വാക്യം നോക്കാം. ആവർത്തന പുസ്തകം 6:4 നാം കാണുന്നത്, യഹോവ നമ്മുടെ ദൈവമാകുന്നു, അവൻ ഏകൻ തന്നെ. അപ്പൊ നമ്മൾ കണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന തൃത്വം ഒരുവനാകുന്നു, അവൻ ഏകൻ തന്നെ എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.